യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ കണ്ടെത്തി. പുറത്തൂർ പടിഞ്ഞാറേക്കര അമ്പലപ്പടി ഹുസൈന്റെ ഭാര്യ ഫൗസിയയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം പുഴയിൽ കണ്ടെത്തിയത്. 37 വയസ്സായിരുന്നു. ഫൗസിയെ കഴുത്തു ഞെരിച്ച് ഇയാൾ കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഹുസൈനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വ്യാഴാഴ്ച പുലർച്ചെ ഫൗസിയെ ഭർത്താവ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കടലിൽ വലയിട്ടപ്പോൾ മീൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഫൗസിയെ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് മക്കൾ പറഞ്ഞത്. അതേസമയം ഉറങ്ങുകയായിരുന്ന ഫൗസിയെ വിളിച്ചുണർത്തിക്കൊണ്ടാണ് ഹുസൈൻ കൊണ്ടുപോയത്. ഹുസൈൻ മത്സ്യത്തൊഴിലാളിയാണ്. രാവിലെ ഇരുവരെയും വീട്ടിൽ കാണാതായപ്പോൾ ജോലിക്ക് പോയതാകുമെന്നാണ് മക്കൾ കരുതിയത്. വ്യാഴാഴ്ച പകൽ മകൻ ജോലിക്കും മകൾ സ്കൂളിലേക്കും പോയി. വൈകിട്ടും ദമ്പതിമാരെ കാണാതായതോടെ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേസമയം പിറ്റേന്ന് ഇത്തരത്തിൽ ബോട്ട് കടലിലേക്കിറങ്ങി നങ്കൂരം ഉയർത്തുമ്പോഴാണ് അറ്റത്ത് ചാക്ക് കെട്ടിയ നിലയിൽ കണ്ടത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം ഹുസൈന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കൂ. ബുധനാഴ്ച രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. വഴക്കിനിടെ ഫൗസിയയുടെ വസ്ത്രങ്ങൾ കീറുകയും അയൽവീട്ടിലേക്ക് ഫൗസിയ ഓടിക്കയറുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. അതിരാവിലെ തന്നെ ഫൗസിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വലയിൽ മീൻ കുടുങ്ങി, അതെടുക്കാൻ പോകാം എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ രാവിലെ തന്നെ ഫൗസിയെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ വെച്ച് വല്ല തർക്കങ്ങളും നടന്നിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഫൗസിയ മൊബൈൽ ഫോൺ എടുക്കാതെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയെ മക്കൾ രാവിലെ മുതൽ വിളിച്ചിരുന്നു. പക്ഷേ ജോലിക്ക് പോയതാണെന്നാണ് മക്കളും വിചാരിച്ചിരുന്നത്. സമയം ഏറെ വൈകിയിട്ടും രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയില്ല. അതിനുശേഷമാണ് കുടുംബക്കാർ പരാതി നൽകിയതും അന്വേഷണം നടത്തിയതും. തിരൂർ CI അനിൽ ടി മേപ്പള്ളി, SI നസീർ തിരുക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഈ പരിശോധന നടത്തിവരവെയാണ് ഇത്തരത്തിൽ മൃതദേഹം ഒരു ചാക്കിനുള്ളിൽ കണ്ടെത്തിയത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് ഫൗസിയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഹുസൈനായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്.